ചെറിയ വിലയ്ക്ക് വാങ്ങാവുന്ന ഇലക്ട്രോണിക് ഐറ്റംസാണ് നമ്മുടെ ചാനലിൽ കൂടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു LCD അലാറം ക്ലോക്കാണ്. ഇതിന് ഡിജിറ്റൽ ക്ലോക്ക് എന്ന് പറയും. ഇതിന് ബെഡ് ക്ലോക്ക് എന്നും പറയും. ബെഡ് ക്ലോക്ക്, അതായത് ബെഡിൻ്റെ സമീപത്തൊക്കെ രാത്രിയിലൊക്കെ വെക്കുന്ന തരത്തിലുള്ള ഒരു ക്ലോക്ക്. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ആ ക്ലോക്ക്. ഒരു ബോക്സ് ടൈപ്പാണ് ഇത് വരുന്നത്, അല്ലേ? ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ സ്വിച്ചുകളും സെറ്റിങ്ങും എല്ലാം കിടക്കുന്നത്. ടൈം സെറ്റിങ്ങും ഡേറ്റ് സെറ്റിങ്ങും ഒക്കെ കിടക്കുന്നത്. ഫ്രണ്ടിൽ ക്ലീൻ ആയിരിക്കും. ഇവിടെ ഒരു സ്വിച്ച് കിടപ്പുണ്ട്, അത് അലാറത്തിൻ്റെയാണ്, ലൈറ്റിൻ്റെയാണ്. ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ബാറ്ററി ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് എടുക്കാം. 3 AAA ബാറ്ററികളാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇട്ടു. ഓക്കെ, ബാറ്ററി ഇട്ടപാടെ അലാറത്തിൻ്റെ ഒക്കെ സൗണ്ട് വന്നു. ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്, കണ്ടില്ലേ? അവിടെ അലാറം വരുന്നുണ്ട്, ഡേറ്റും വരുന്നുണ്ട്, അടിയിൽ ടെമ്പറേച്ചർ വരുന്നുണ്ട്, ഇവിടെ വലിയ അക്കത്തിൽ ടൈമും വരുന്നുണ്ട്. പിന്നെ ഇത് സ്വിച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, കണ്ടില്ലേ, ഇങ്ങനൊരു നമുക്ക് രാത്രിയിലൊക്കെ ലൈറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, രാത്രി നമുക്ക് നിന്നിടത്ത് നിന്ന് ലൈറ്റ് ടൈം കാണണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്തുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 12-ലാണ് കിടക്കുന്നത്. ഇതിനകത്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കണ്ടില്ലേ, ഇവിടെ ലോക്കുണ്ട്, പിന്നെ ടൈം സെറ്റുണ്ട്, ഡേറ്റ് സെറ്റുണ്ട്, അലാറം സെറ്റ്. അപ്പോൾ നമുക്ക് ടൈം സെറ്റ് ചെയ്യേണ്ട, അപ്പം ടൈമിൻ്റെ ഇതിലേക്ക് പോയിൻ്റ് മാറ്റി കിട്ടും. പിന്നെ നമുക്ക് ടൈം ഹവർ മാറ്റണം. ഹവർ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് 5:10 അപ്പം ഹവറിൻ്റെ സ്വിച്ചിൽ പിടിച്ച് ഞെക്കിയാൽ 5 ആവും. നമുക്ക് PM ആണ് വേണ്ടത്. അപ്പം ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക. PM ആയി. ഇനി 5 ആയി. ഇനി നമുക്ക് മിനിറ്റാണ് മാറ്റേണ്ടത്. ഇപ്പം മിനിറ്റിൻ്റെ സ്വിച്ചിൽ ഞെക്കുക. ഓക്കെ, 5:10 ആയി. അപ്പോൾ ടൈമിൻ്റെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ് മാറ്റണം. അപ്പോൾ ഡേറ്റ് മാറ്റണമെങ്കിൽ അടുത്തത് ഡേറ്റിലേക്ക് ഈ പോയിൻ്റ് മാറ്റണം, ഒറ്റ പോയിൻ്റ്. പിന്നെ ഡേറ്റിൽ നമുക്ക് ഏതാ വേണ്ടത്? ഡേറ്റ് ഇന്ന് ദിവസം 11. അപ്പോൾ ഇവിടെ 11 ആക്കണം. 11. ഇനി മന്ത് മാറ്റിയിട്ട് ഒക്ടോബർ ആക്കണം. മന്ത് ഇവിടെ, ഇതാണ് മന്തിൻ്റെ സ്വിച്ച്, അതിൽ ഞെക്കി പിടിക്കുക. 10 അല്ലേ? ഓക്കെ, 10. അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് ആക്കാം. അപ്പം നമ്മൾ വെറുതെ ഒന്ന് അലാറം കൂടി ഇതിൻ്റെ ചെക്ക് ചെയ്ത് നോക്കുവാണ്. അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ അലാറത്തിൻ്റെ ഇതാണ്. നമുക്ക് ഒരു മിനിറ്റ് സെറ്റിലേക്ക് ആക്കി. ഇപ്പോൾ ടൈം 5:10 കിടക്കുന്നത്. ഇപ്പം നമുക്കൊരു 5:12 ആകുമ്പോൾ അലാറം അടിക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ അലാറത്തിൻ്റെ മോഡിലേക്ക് ആദ്യം മാറ്റിയിടുക. എന്നിട്ട് മിനിറ്റ് എടുക്കുക, ഹവർ എടുക്കുക. ആദ്യം ഹവർ എടുക്കുക. 5 അല്ലേ വേണ്ടത്? ഇവിടെ AM ആണ് കിടക്കുന്നത്, PM ആക്കണം. 5 ആക്കി. ഇനി 12 വയ്ക്കേണ്ട, ഒരു 13 വയ്ക്കാം. 12 ചിലപ്പോൾ ഇപ്പോൾ തന്നെ ആവും. അപ്പം മിനിറ്റ് എടുക്കുക. മിനിറ്റിൻ്റെ സ്വിച്ച് കണ്ടില്ലേ? അഞ്ച് 13 നമ്മൾ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 11 ആയി. ഇനി 12, 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ അലാറം അടിക്കും. അപ്പം നമുക്ക് അതും കൂടി കാണാം. അപ്പോൾ ഞാനൊന്ന് പോസ് ചെയ്യാണ് 13 ആകാൻ വേണ്ടിയിട്ട്. അലാറം അടിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടോ, ഇവിടെ അലാറത്തിൻ്റെ സ്വിച്ച് ഓഫായിരുന്നു. ഇത് ഓൺ ആക്കിയിട്ടിട്ട് വേണം ഈ പണി ചെയ്യാൻ. ഇനി നമുക്ക് അലാറം എടുത്തിട്ട് മിനിറ്റ് ഒന്നുകൂടെ മാറ്റിയിട്ട് കൂട്ടി കൊടുക്കാം. മിനിറ്റ് ഇപ്പം 13 ആയി. 14ലേക്ക് നമുക്ക് കൊടുക്കാം, പെട്ടെന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ഇനി 14 ആകുമ്പോൾ അലാറം അടിക്കുമോ നോക്കാം നമുക്ക്. അപ്പോൾ സ്വിച്ചുകളൊക്കെ ഓണാണോ ഓഫാണോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ അലാറത്തിൻ്റെ ഇതിവിടെ വന്നു. ഓക്കെ, അലാറം ഞാൻ ഫുൾ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇങ്ങനെ ഓരോ താളം, ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് വരുന്നത്. സ്പീക്കർ കൂടി
2 ബസറുകളുണ്ട്, അതിൽ കൂടെയാണ് വരുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് പിടിച്ചങ്ങ് ഞെക്കുക, കണ്ടോ? ഇതിലാകുമ്പം കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് അത് സ്നൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ. ഇനി ഇതിൻ്റെ വേറൊരു ഉപയോഗമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ സെൻസർ എന്ന് പറഞ്ഞ് ഇത് ഓണും ആക്കാം ഓഫും ആക്കാം. ഓണാക്കി ഇട്ടാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് മേശയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ലൈറ്റ് ഉള്ളിലൊരു ചെറിയ ഡിം ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പ്രകാശത്തിൽ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിനകത്തുള്ള ടൈം കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് തുറക്കില്ല, സെൻസറാണ്. ലൈറ്റ് ഇവിടെ നിന്ന് ഫുള്ള് മാറിയാലാണ് അത് വർക്കാവുള്ളൂ. ഞാൻ ഇവിടെ ഒന്ന് ഇരുട്ടാക്കി വെച്ച് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് അലാറം ഓഫാക്കിയിടാം. ഇങ്ങനെ ഓഫാക്കിയിട്ടു. ഇപ്പോൾ അലാറം ഓഫായി. ഞാനത് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ചെറിയ ബാക്ക് ലൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, ഇതാണ് ആ സംഭവം. ഇത് ലൈറ്റിലേക്ക് വരുമ്പം അത് താനേ ഓഫാകും, ആ സെൻസർ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ മോഡൽ വന്നേക്കുന്നത് ബ്ലാക്കും വന്നിട്ടുണ്ട്, വൈറ്റും ഉണ്ട്. വൈറ്റാണെന്ന് തോന്നുന്നു ഒന്നുകൂടി കാണാൻ രസം. രാത്രി നമ്മൾ ബെഡിൻ്റെ സൈഡിലൊക്കെ വയ്ക്കുമ്പോൾ വൈറ്റ് ആയിരിക്കും ഒന്നുകൂടി അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.